വേൾഡ് കപ്പ് യോഗ്യതാ റൗണ്ട് മത്സരത്തിൽ അഫ്ഗാനിസ്ഥാന്റെ ബി ടീമിനെതിരെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പ്രകടനം എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അതിനെക്കുറിച്ച് കൂടുതൽ പറയുകയോ വീഡിയോ ചെയ്യുകയോ ഒന്നും വേണ്ട കാര്യമില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. സുനിൽ ഛേത്രി തന്റെ 150ാമത്തെ അന്താരാഷ്ട്ര മത്സരത്തിൽ ഒരു ഗോൾ നേടി എന്നത് മാത്രമേ ഉള്ളൂ ഇന്നത്തെ മത്സരത്തിൽ എടുത്തു പറയാനുള്ളത്. രണ്ടാം പകുതിയിൽ അഫ്ഗാനിസ്ഥാന്റെ പിള്ളേർ ഇന്ത്യ എടുത്ത് ഉടുത്തു കളഞ്ഞു. പഴയ ഐ ലീഗ് പ്ലേയേഴ്സ് ഒക്കെയാണ് അഫ്ഗാനിസ്ഥാന് വേണ്ടി ഇന്ത്യൻ നാഷണൽ ടീമിനെതിരെ ഗോൾ നേടി പരാജയപ്പെടുത്തിയതെന്ന് ഓർക്കുമ്പോൾ എത്രമാത്രം ഉയർന്ന നിലവാരത്തിലാണ് നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ ടീമെന്ന് ഓർക്കണം. ഞങ്ങൾക്ക് വേൾഡ് കപ്പും വേണ്ട, സാഫ് കപ്പും വേണ്ട, ചായക്കപ്പ് പോലും വേണ്ട. ഈഗോസ്റ്റ് മാച്ച് എന്ന് പറയുന്ന പരനാറിയെ ഒന്ന് ചവിട്ടി പുറത്താക്കിയാൽ മതി. അതിനെക്കാട്ടി കൂടുതൽ ഇവിടുത്തെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ അധികൃതർ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ ആരാധകർക്ക് വേണ്ടി ചെയ്ത് തരണ്ട. ഇത്രേ ഉള്ളൂ. 5 വർഷമായിട്ട് അങ്ങേരിവിടെ പെറ്റ് കടന്നിട്ട് എന്ത് മാങ്ങാത്തിൽ മറിക്കുന്നെന്ന് കൂടി ഇവിടുത്തെ അധികൃതർ പറഞ്ഞു തരണം. ഇവിടുത്തെ IM വിജയനെ പോലുള്ള ആളുകളാണ് ഈ ടീമാച്ചിനെ ഇത്രയധികം സപ്പോർട്ട് ചെയ്തത്. എന്തുണ്ടാക്കി എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇപ്പം ISL ഒക്കെ വന്നുകൊണ്ട് ഇന്ത്യൻ പ്ലേയേഴ്സിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ആയി. അഫ്ഗാനിസ്ഥാൻ ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യക്കാട്ടി പിന്നിൽ നിൽക്കുന്ന ഒന്നും കൺസിഡർ ചെയ്യണ്ട. അഫ്ഗാനിസ്ഥാന്റെ നാഷണൽ ടീമിലെ താരങ്ങളെല്ലാം അവിടുത്തെ താലിബാൻ ഗവൺമെന്റ് സ്ത്രീകൾക്കെതിരെ നടത്തുന്ന അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ച് മത്സരം കളിക്കാതെ വിട്ടുനിന്നപ്പം അവിടുത്തെ 2ാം നിര തട്ടിക്കൂട്ട് പ്ലേയേഴ്സിനെ എടുത്തുകൊണ്ട് വന്ന് ഇന്ത്യൻ നാഷണൽ ഫുട്ബോൾ ടീമിനെ ഇന്ത്യയിൽ വന്ന് തോൽപ്പിക്കാൻ അഫ്ഗാനിസ്ഥാന് പറ്റുന്നുണ്ടെങ്കിൽ അഫ്ഗാനിസ്ഥാൻ ടീമിന്റെ കോച്ചിന്റെ കാല് കഴുകി വെള്ളം കുടിക്കാനുള്ള യോഗ്യത പോലും ഇവിടുത്തെ ഈഗോസ്റ്റ് മാച്ച് എന്ന് പറയുന്ന പറയുന്നില്ല, അങ്ങേർക്കില്ല. എത്ര നാളായിട്ട് നമ്മൾ ഇതിങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര നാളായിട്ട്. ഇനി എന്ന് ഇന്ത്യൻ ഫുട്ബോൾ രക്ഷപ്പെടും? എന്നിവിടുത്തെ സിസ്റ്റം നന്നാവും? ഈ ടീമാച്ചിനെ പോലുള്ള മരവാഴയൊക്കെ എടുത്ത് തൊലച്ചു കളയാതെ ഇന്ത്യൻ ഫുട്ബോൾ എങ്ങും എത്താൻ പോകുന്നില്ല.